സുഹൃത്തുക്കളെ, നമുക്ക് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ഈ വ്ളോഗ് മൂന്നാർ വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ യോഗേഷിൻ്റെ വീട്ടിലൊന്ന് സാധനങ്ങൾ വെച്ച് റെഡിയായി ഫ്രഷായി നമ്മൾ മാട്ടുപ്പെട്ടി ഡാം, പിന്നെ കുറച്ച് ഹിഡൻ സ്പോട്സ്, കുറച്ച് ഫുഡ് സ്പോട്സ് ഭർത്താവ്, ഹൈക്കിങ്, ഒരു ആന ഹണ്ടിങ് അല്ല, തേടി പിടിക്കാൻ പോകണത്. ഓക്കെ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വരാൻ പോണത്. സോ വീഡിയോയിലേക്ക് പോവാം. നമ്മളാ പോട്ട് സ്പെഷ്യൽ അത്രേ ഉള്ളൂ. സോ ഗൈസ്, നമുക്ക് അടുത്ത യാത്രയിലേക്ക് തിരിക്കാം. നമ്മുടെ അടുത്ത് മാട്ടുപ്പെട്ടി ഡാം, അവിടെ പോയിട്ട് വരാം. ഗൈസ്, നമ്മളെ സ്പെഷ്യലിസ്റ്റ് പറയണത് പടയപ്പയുടെ ഒരു ഒറ്റക്കൊമ്പന്റെയും കഷ്ടമാണെന്നാണ്, ആനപ്പിണ്ടമാണ്. സോ അവിടെ ബാക്കിൽ കാണുന്ന സ്ഥലത്ത് ഉണ്ട്. വൈകിട്ടാകുമ്പോഴേ ഇങ്ങോട്ട് കയറത്തുള്ളൂ. വൈകിട്ട് കാണാൻ പറ്റിയ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഗുണ്ടല ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് മാട്ടുപ്പെട്ടിയിലാണ് ആദ്യം പോകുന്നത് പറഞ്ഞിരുന്നത്. ബട്ട് നമ്മളെ ഗുണ്ടല വന്നിട്ട് മാട്ടുപ്പെട്ടി പോണതാണ് സമയലാഭം. എൻട്രി ഫീസ് ഉണ്ട് 10 രൂപയുടെ. അതും കൂടി എടുത്തിട്ട് അകത്തോട്ട് കയറാം. ഓക്കെ, ഇതാണ് ഗൈസ് ബോട്ടിങ്ങിന്റെ വില. ഗൈസ്, നിങ്ങളെ കണ്ടതുപോലെ ബോട്ടിന്റെ വില പട്ടിക കണ്ടു കാണും. ടു എക്സ്പെൻസീവ്. അത് വേണ്ട ഗൈസ്, നമ്മ അവിടെ 100-150 രൂപയ്ക്ക് നമ്മ അവിടെ ബോട്ടിങ് കിട്ടും. ഇത്രയും ദൂരമൊന്നും കിട്ടുള്ളതിന്. ബട്ട് 400 രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റൂല. ഇവിടെ അവന്മാരെ വീട്ടിൽ തന്നെ കൂടാണ്ട് ഇവിടെ പണിയും ചെയ്ത്. സോ ഇവിടെ വേറെ വല്ല ആക്ടിവിറ്റി ഉണ്ടാവും. സോ ഗോയ്സ്, എൻ്റെ നേരെ കാണുന്നതാണ് ഗുണ്ടല ഡാം കേട്ടോ. അവിടെ ദൂരത്ത് നിങ്ങൾക്ക് മേഘങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? യെസ്, അത് കണ്ണുകൊണ്ട് കാണുമ്പോൾ മനോഹാരിത ഇനിയും കൂടും. ഇനി ഒരു മല കയറണം. മല കയറി എവിടെ എത്തുമെന്ന് നോക്കാം. എന്താ അത് പറഞ്ഞ? വള്ളാരയോ? എന്നുവെച്ചാ വള്ളാരെന്നുവെച്ചാ ഇത് മെഡിസിൻ എന്ന് പറയും. എന്തിനുള്ള മെഡിസിനാ? ഇവിടെ വേണമെങ്കിൽ കഴിച്ചു നോക്കണേ. വേണ്ട, ഞാൻ ബാക്കിലോട്ട് പോകണ്ടേ? പിടിച്ചാണ്. ഇത് കഴിച്ചാ നന്നായിട്ട് ഓർമ്മ വരും. ഓർമ്മ വരുമോ? ഓ, ഇത് കാണാനാണ് നമ്മള് 1/2 കിലോമീറ്റർ തേരി കയറിയത്. നേരെ 1/2 മണിക്കൂർ ഞാൻ കടന്ന് ഉറങ്ങട്ടെ, ചത്തു. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. എവിടെ ആയിട്ട് വരുമെന്നൊന്ന് പറഞ്ഞു കൊടുത്തേടാ. നമ്മളെ ജൂനിയറാണ്. குண்டல கோல்ஃப் கிளப்பு. குண்டல கோல்ஃப் கிளப் இங்க வரும் சொல்ல. இங்க வரும்னா செந்துவார ஸ்டேட் வர்றது. ഓക്കെ, അപ്പൊ ഇനി ഇതിന്ന് ഉരുണ്ടിറങ്ങണം. സോ വീണ്ടും ഹലോ ഗൈസ്, നമ്മൾ പറഞ്ഞ സ്ഥലത്തല്ല വീണ്ടും പോകണത്. നമ്മൾ വേറൊരു വാട്ടർഫാൾ, ഒരു ഹിഡൻ ആയിട്ടുള്ള വാട്ടർഫാൾ. അധികം ആർക്കും അറിഞ്ഞുകൂടാ. ഹിഡൻ എന്ന് പറയാം. ആൾക്കാര് അറിയാം, പക്ഷെ ആൾക്കാർ അധികം ഇങ്ങോട്ട് വരില്ല. ഇവിടെയാണ് ഈ സ്ഥലം എന്ന് അറിഞ്ഞൂടാ. പറഞ്ഞാൽ മനസ്സിലാക്കാണല്ലോ. ഹിഡനാണ്, പക്ഷെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ആണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടാ. അതാണ് ഉദ്ദേശിച്ചത്. റിച്ച് സുഹൃത്തുക്കളെ, ഇതാണ് വാട്ടർഫാൾ. ഇതില് ഹണീബി എവിടെ നിന്ന് കേട്ടാൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ ഗൈസ്, പ്ലാനിൽ ചെറിയൊരു മാറ്റം പോയി.
ഇപ്പൊ സമയം 5 മണി. ഈ ഗുഹ തപ്പിക്കൊണ്ട് നടന്ന ഇവിടെ എത്താൻ 6 മണിയാവുമെന്നാണ് ഇവിടെ വഴിയുള്ളവർക്ക് കേട്ടപ്പോൾ പറഞ്ഞത്. 1 മണിക്കൂർ യാത്ര ഉണ്ട്. സോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്താണെങ്കിൽ ഉരുൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സിംഗു ഗൈസ് നമ്മൾ ഗുഹയിലേക്ക് ഇന്ന് പോകണില്ല. അതിന് പകരം വല്ല ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഗുഹയിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ അട്ടകളെ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് ചലിക്കുകയാണ് സുഹൃത്തുക്കളെ, ചലിക്കുകയാണ്. A few moments later. സോറി ഗൈസ്, ഹിൽ സ്റ്റേഷൻ നടക്കുമെന്ന് തോന്നുന്നില്ല. വിറച്ചിരിക്കുകയാണ് ഇവിടെ 1/2 മണിക്കൂറായിട്ട്. പിടലി കുതുക്കിയ അങ്ങോട്ട് മാറിയില്ലേ. പിടലി വിളിക്കാൻ തോന്നുന്നു. പിടലി വിളിക്കാൻ കുളിപ്പിക്കാൻ പെണ്ണ പാട്. എല്ലാവരും ഉണ്ടെങ്കിൽ പടയപ്പയ്ക്ക് ജോറായിരുന്നു. ഇത്ര നേരം ഒന്നും മിണ്ടാതെ ഒരു മൂല ഇരുന്നോ. ഞാനേ ക്യാമറ കണ്ടതും വാ തുറന്നു പോയി. നീ തന്നെ പിന്നെ നീ എന്താ ഇത് ക്യാമറ കണ്ടപ്പോ എന്ന് ഉഷാറായിട്ടിരിക്കുന്നു. എടാ നിന്റെ ഏട്ടാ ബൾബിന്റെ അവിടെ നിൽക്കുന്നതാണ് എന്റെ മുഖം കാണാൻ പറ്റാത്തത്. ചാനലിൽ വന്ന അത്രയും നാണക്കേട്. ശരിയല്ലേ. ഇന്ന് പടയപ്പ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ച് മൂത്രമൊഴിച്ച് കിടക്കണ സ്ഥലം എല്ലാം പറഞ്ഞാണ്. ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ബെഡിൽ ഒരാൾ, ആ ബെഡിൽ 3 പേർ. ഇങ്ങനെ കിടക്കാൻ ആണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കണേ. ഇനി രാത്രി ഒരു ഡ്രാക്കുള കഥ, എന്റെ വക ഡ്രാക്കുള കഥ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അളിയന്റെ പെടലൊന്നത് ഒളുക്കി പ്രണവന്റെ ഒരു മുടി പൊതച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാ പെടലൂതി ഒളുക്കി തണുപ്പും ഒന്നും സഹിക്കാൻ വയ്യാതൊക്കെ ഇരിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോ ഈ വ്ളോഗ് ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വ്ളോഗ് എടുക്കണോ വേണ്ടേ? ഇന്ന് തന്നെ ഒരുപാട് വീഡിയോ ആയി. നാളെ എടുക്കണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷനാണ്. ഇതോ മൂന്നാറ് ഫസ്റ്റ് ഡേ ഇതോ ഈ നിമിഷത്തോടെ ഈ വ്ളോഗ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമ്മള് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കണം, കുളിക്കണം, കഴിക്കണം, ഉറങ്ങണം.